എല്ലാവർക്കും നമസ്കാരം. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെ 2026 വിഷുഫലങ്ങളെ നോക്കാം. അഷ്ടമശനി കാലമായതിനാൽ ചിങ്ങക്കൂറുകാർ എടുത്തുചാട്ടം ഒഴിവാക്കി വളരെ ശ്രദ്ധയോടെയും ക്ഷമയോടെയും മുന്നോട്ടു പോകേണ്ട വർഷമാണിത്. തൊഴിൽ രംഗത്ത് കൂടുതൽ അധ്വാനിക്കേണ്ടി വരികയും മേലധികാരികളുമായോ സഹപ്രവർത്തകരുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നതുമാണ്. പുതിയ ബിസിനസ് തുടങ്ങുന്നവരും വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നവരും ഈ കാലയളവിൽ പരമാവധി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. നിലവിലെ ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലിക്ക് ശ്രമിക്കുമ്പോൾ അത് കിട്ടിയെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം പഴയ ജോലി രാജിവെക്കുക. വിദ്യാർത്ഥികൾക്ക് അഷ്ടമശനി മൂലം പഠനത്തിൽ മടുപ്പോ ശ്രദ്ധക്കുറവോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ കഠിനമായി പ്രയത്നിച്ചാൽ പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും. ജൂൺ 2 മുതൽ വ്യാഴം 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വിദേശത്ത് ഉപരിപഠനം, ജോലി എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. കുടുംബപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡിസംബർ വരെ കേതു ജന്മരാശിയിലും രാഹു 7ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാതെ സൂക്ഷിക്കുകയും പങ്കാളിയോട് സംസാരിക്കുമ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്യാനും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ജാഗ്രത ആവശ്യമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ വർഷം പ്രത്യേക ശ്രദ്ധ നൽകണം. അഷ്ടമശനി കാലമായതിനാൽ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളെ പോലും അവഗണിക്കരുത്. വാഹനം ഓടിക്കുമ്പോഴും ദീർഘദൂര യാത്രകളിലും അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. അതേസമയം ചിങ്ങക്കൂറുകാർക്ക് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്ന ഒരു മാറ്റം ഡിസംബർ മാസത്തിൽ സംഭവിക്കുന്നുണ്ട്. ഡിസംബർ 5-ന് രാഹു 6ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ കുറേ കാലമായി അനുഭവിച്ചിരുന്ന പല ബുദ്ധിമുട്ടുകൾക്കും ശത്രുശല്യങ്ങൾക്കും വലിയൊരു പരിഹാരം ലഭിക്കുന്നതാണ്. കടങ്ങൾ തീർക്കാനും കോടതി വ്യവഹാരങ്ങളിൽ വിജയം നേടാനും സാമ്പത്തിക നേട്ടങ്ങൾക്കും ഡിസംബർ മുതലുള്ള സമയം വളരെ അനുകൂലമാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ചിങ്ങക്കൂറുകാർക്ക് ഈ വർഷം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെ വിഷുഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കന്നിക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.